ഈശോയെ സ്നേഹമുള്ളവരെ, പുതിയൊരു നോമ്പുകാലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണല്ലോ. വിശ്വാസത്തിൽ ഉള്ള സ്ഥിരത, അതിനെക്കുറിച്ച് നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ സുവിശേഷത്തിൽ കേട്ടിട്ടുണ്ട്, മർത്തായും മറിയവും രണ്ടുപേരും ഈശോയുടെ വരവിനെ ഒരുങ്ങി വീട്ടിലായിരുന്നപ്പോൾ ഈശോ അവിടേക്ക് വരികയും മർത്ത വളരെയധികം കാര്യങ്ങളിൽ വ്യാപൃതയാകുകയും ചെയ്തു. അതേസമയം മറിയം ഈശോയുടെ കാൽക്കൽ ഈശോയെ ശ്രമിച്ചുകൊണ്ട് ഇരുന്നു. ഈശോ അതിനെക്കുറിച്ച് പറയുന്ന പ്രകാരമാണ്, മർത്ത മർത്ത, എന്തിനാണ് നീ വളരെയധികം കാര്യങ്ങളെ കുറിച്ച് ആകുലയാകുന്നത്? ഒന്ന് മാത്രം മതി, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഈശോയോട് ഒപ്പമായിരിക്കാനുള്ള ഒരു സമയം പരിശുദ്ധ കത്തോലിക്ക സഭ നോമ്പുകാലത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുക. അതേസമയം മറ്റൊരു ഭാഗത്ത് നല്ല സമയക്കാരുടെ ഉപമ കൂടി ഈശോ പങ്കുവയ്ക്കുന്നു. നമ്മള് ഒരു നല്ല സമയക്കാരനാണ്. അപ്പൊ രണ്ടും വേണം. ഈശോയോട് കൂടെ ആയിരിക്കാം, അതേസമയം ലോകത്തിലെ ഒരു നല്ല സമയക്കാരനെ പോലെ പ്രവർത്തിക്കുകയും വേണം. ഇത് രണ്ടും ചെയ്യുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം സാർത്ഥകമായി മാറുന്നത്. ഈ നോമ്പുകാലം ഈശോയുടെ കൂടെ ആയതുകൊണ്ട് ലോകത്തിൽ ഈശോയ്ക്ക് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഒപ്പം പ്രവർത്തിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി